നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 5ാമത്തെ യൂണിറ്റ് ഉലകിന്നുയിരാമുണർവുകൾ. ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. സുബോധ് ജാവഡേക്കർ മറാത്തി ഭാഷയിൽ എഴുതിയ ശാസ്ത്രകഥയെ കാളിയത്ത് ദാമോദരൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് നരബലി എന്ന പാഠഭാഗം. ഇനി നമുക്ക് എഴുത്തുകാരിയെ പരിചയപ്പെടാം. സുബോധ് ജാവഡേക്കർ സയൻസ് ഫിക്ഷൻ മേഖലയിൽ അമൂല്യമായ സംഭാവന നൽകിയ മറാത്തി എഴുത്തുകാരൻ. മഹാരാഷ്ട്രയിലെ ഇസ്ലാംപൂരിൽ ജനിച്ചു. ശാസ്ത്രവും മനുഷ്യകഥകളും ഇഴചേരും വിധമുള്ള രചനകളാണ് ഇദ്ദേഹത്തെ പ്രസിദ്ധനാക്കുന്നത്. പ്രധാന കൃതികളിൽ സയൻസ് ഫിക്ഷൻ മേഖലയിൽ 19ലേറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2-3 പുസ്തകങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആകാന്ത്, ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു നോവലാണിത്. പുതാച്യ ഹക, ശാസ്ത്രകഥകളുടെ സമാഹാരമാണിത്. കുരുക്ഷേത്ര അദ്ദേഹം എഴുതിയ പ്രസിദ്ധമായ ഒരു കഥാസമാഹാരമാണ്. മറാഠി സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾക്ക് അദ്ദേഹത്തിന് നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും അമേരിക്കയിലെ മഹാരാഷ്ട്ര ഫൗണ്ടേഷൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. സുബോധ് ജാവഡേക്കർ എഴുതിയ മാനവമിത്രം മറാഠി ശാസ്ത്രകഥകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ കഥ വിവർത്തനം ചെയ്തിരിക്കുന്നത് കാളിയത്ത് ദാമോദരനാണ്. അദ്ദേഹത്തെ കൂടി പരിചയപ്പെടാം. പ്രസിദ്ധ വിവർത്തന സാഹിത്യകാരനും അധ്യാപകനുമായിരുന്നു പ്രൊഫസർ കാളിയത്ത് ദാമോദരൻ. തൃശ്ശൂർ ജില്ലയിലെ കിള്ളിമംഗലത്ത് ജനനം. പ്രധാന കൃതികൾ ചെറുകഥകളും കവിതകളും മറ്റു ഗ്രന്ഥങ്ങളും മറാഠിയിൽ നിന്ന് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിലേതാനും പ്രസിദ്ധമായ വിവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ചിറ്റമൃത്, VS ഖാണ്ടേക്കറുടെ കൃതിയുടെ തർജ്ജമ. മനുഷ്യനുണരുമ്പോൾ, ഗോദാവരി പരുളേക്കരുടെ ആത്മകഥയുടെ തർജ്ജമയാണിത്. അക്കർമാഷി, ശരൺകുമാർ ലിംബോളയുടെ ആത്മകഥയുടെ വിവർത്തനം. അക്കർമാഷിയുടെ മലയാള പരിഭാഷയ്ക്ക് വിവർത്തന സാഹിത്യത്തിനുള്ള 2006 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന മികച്ച വിവർത്തന സാഹിത്യകൃതിക്ക് പ്രൊഫസർ കാളിയത്ത് ദാമോദരൻ പുരസ്കാരം നൽകുന്നുണ്ട്. 2009 അദ്ദേഹം അന്തരിച്ചു. പാഠഭാഗത്തിന് മുമ്പ് കൊടുത്തിരിക്കുന്ന അനുബന്ധ വാക്യം നോക്കാം. കല്ലിലെ തീപ്പൊരിയിൽ നിന്ന് പ്രതീതിയുടെ മാന്ത്രിക ലോകത്തേക്ക് വരയ്ക്കുന്ന പരിണാമചക്രം. മനുഷ്യചരിത്രത്തിലെ വികാസയാത്രയെ സൂചിപ്പിക്കുന്ന വളരെ പ്രസക്തമായൊരു വാക്യമാണിത്. മനുഷ്യന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിജ്ഞാനമാണ് ശാസ്ത്രം. ആദിമ മനുഷ്യൻ കല്ലുരച്ച് തീ കൊളുത്തിയതു മുതൽ പരീക്ഷണശാലകളിൽ ജ്വലിക്കുന്ന ശാസ്ത്രത്തിന്റെ മഹത്തായ തീജ്വാല വരെ മനുഷ്യബുദ്ധിയിലൂടെയും അനന്തമായ ഭാവനയുടെ യാഥാർത്ഥ്യത്തിലൂടെയും ശാസ്ത്രം നടത്തിയ ദീർഘയാത്രയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ആകസ്മികമായി കണ്ടെത്തിയ തീ പിന്നീട് അറിവിൻ്റെയും അന്വേഷണത്തിൻ്റെയും ശക്തിയായി മാറി. കൃഷി, വ്യവസായം, വൈദ്യം, ആശയവിനിമയം, ബഹിരാകാശ ഗവേഷണം തുടങ്ങിയവയെല്ലാം ഈ തീജ്വാലയുടെ വികസിത രൂപങ്ങളാണ്. അന്ധവിശ്വാസങ്ങളുടെ ഇരുണ്ട കാലങ്ങളിൽ നിന്ന് യുക്തിയുടെയും തെളിവിൻ്റെയും പ്രകാശത്തിലേക്ക് മനുഷ്യനെ നയിച്ചത് ശാസ്ത്രത്തിൻ്റെ ഈ അണയാത്ത തീ തന്നെയാണ്. തീ, ചക്രം എന്നിവയുടെ കണ്ടുപിടുത്തത്തിൽ നിന്ന് പടിപടിയായി വളർന്ന മനുഷ്യൻ ശാസ്ത്രജ്ഞാനം ആർജിച്ച് ബഹിരാകാശത്തെയും കീഴടക്കിയിരിക്കുന്നു. ഭാവനയിൽ കണ്ടതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശേഷി ആർജിച്ചെടുക്കുന്ന ഈ പരിണാമചക്രം അനസ്യൂതമായി തുടരുന്നു. ഇതാണ് ഈ വരികളുടെ ആശയം. ഇനി നമുക്ക് നരബലി എന്ന ശാസ്ത്രകഥ വായിക്കാം. ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിൽ ഇരുന്ന് ജോലികൾ ചെയ്യുന്നതിനിടയിൽ നരേഷ് തൻ്റെ മുമ്പിലുള്ള കമ്പ്യൂട്ടറുമായി സല്ലപിക്കുകയായിരുന്നു. മുമ്പൊക്കെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഉത്തരവ് കൊടുക്കണമെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോഴാകട്ടെ മനുഷ്യർ കൊടുക്കുന്ന കൽപ്പനകൾ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് തിരിച്ചു നൽകുന്ന മറുപടി സ്ക്രീനിൽ വായിച്ചെടുക്കാതെ തന്നെ കേൾക്കാൻ കഴിയും. ശബ്ദം അല്പം കൃത്രിമവും അരോചകവുമായി തോന്നുമെങ്കിലും എഴുതപ്പെട്ട വാക്കുകളേക്കാൾ നന്നായി തോന്നും. ഈ പ്രക്രിയയിലൂടെ താൻ ഒരാളോട് മുഖാമുഖം സംസാരിക്കുകയാണെന്ന പ്രതീതി കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യനുണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട സവിശേഷത.
ഇത് സുഖകരമായ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ചും ഭൂമിയിൽ നിന്ന് 14 കോടി കിലോമീറ്റർ അകലെ ഏകാന്തതയുടെ നടുക്കയത്തിൽ കഴിയുമ്പോൾ ഇത്തരമൊരു സൗകര്യം വളരെ ആവശ്യമാണ്. നരേഷും കമ്പ്യൂട്ടറും തമ്മിൽ ഇടയ്ക്കിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നരേഷ്, ഞാനൊന്ന് പറയട്ടെ? യെസ് ബോസ്. ഒന്നും മിണ്ടാതിരിയടോ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. ഇതെല്ലാം കമ്പ്യൂട്ടറിൽ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തതനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംവിധാനം മൂലം താൻ സംസാരിക്കുന്നത് കമ്പ്യൂട്ടറിനോടല്ല, തൻ്റെ സഹപ്രവർത്തകനോടാണെന്ന തോന്നൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത്തരമൊരു സംവിധാനം രൂപകൽപ്പന ചെയ്ത് പ്രയോഗക്ഷമമാക്കിയ ബുദ്ധിയെ നരേഷ് പലതവണ മനസ്സിൽ വണങ്ങാറുണ്ട്. ഇതുവരെയുള്ള യാത്രകളെല്ലാം സുഖമായിരുന്നു, നരേഷ് ആത്മകഥം പോലെ പറഞ്ഞു. യെസ് ബോസ്, കമ്പ്യൂട്ടർ മറുപടി പറഞ്ഞു. അപ്പോൾ കഥ ആരംഭിക്കുന്നത് ഒരു ബഹിരാകാശ പേടകത്തിനുള്ളിൽ വെച്ചാണ്. അതിൽ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, പേര് നരേഷ്. അദ്ദേഹത്തോടൊപ്പം മറ്റ് സഹപ്രവർത്തകരാരുമില്ല, മനുഷ്യരായിട്ട് ഒരു കമ്പ്യൂട്ടർ മാത്രമാണുള്ളത്. 14 കോടി കിലോമീറ്റർ അകലെയാണ് ഈ ബഹിരാകാശ പേടകം ഭൂമിയിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ഉത്തരവുകൾ കൊടുക്കുന്നു. കീബോർഡിലൊന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ. അതായത് മനുഷ്യൻ്റെ ശബ്ദം തന്നെ മതിയാവും, അത് കമ്പ്യൂട്ടർ പിടിച്ചെടുക്കും. തിരിച്ച് അതിനുള്ള മറുപടിയും ശബ്ദത്തിലൂടെ തന്നെ കേൾക്കാനാവും എന്നുള്ളതാണ്. കൃത്രിമവും അരോചകവുമായിരിക്കും അതിൻ്റെ ശബ്ദം. അരോചകം കേൾക്കാൻ അത്ര സുഖമില്ലാത്തതായിരിക്കും. ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ അടുത്തടുത്തിരുന്ന് കമ്പ്യൂട്ടറും നരേഷ് എന്ന ശാസ്ത്രജ്ഞനും തമ്മിൽ സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഒരു സുഖകരമായ അനുഭവമാണ്. പ്രത്യേകിച്ചും ഇത്രയും ദൂരെ ഏകാന്തത, ആരുമില്ല, ആരോടും സംസാരിക്കാനില്ല. ഏറെ കാലമായി അദ്ദേഹം ബഹിരാകാശ പേടകത്തിനകത്താണ്. അപ്പോൾ ആ മടുപ്പ്, ഒറ്റയ്ക്കിരുന്നുള്ള ആ മടുപ്പ് ഇല്ലാതാക്കാൻ ഇത്തരത്തിലൊരു സംവിധാനമുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് അദ്ദേഹം കരുതുന്നു. യെസ് ബോസ്ന്നും ഒന്നും മിണ്ടാതിരിയടോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനോട് സംസാരിക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. പ്രതീതി എന്നാൽ തോന്നൽ എന്നാണ് അർത്ഥം. ഏതായാലും ഇത്തരം ഒരു സംവിധാനം രൂപകൽപ്പന ചെയ്ത് അതിനെ പ്രയോഗക്ഷമമാക്കുക, അതിനെ ഉപയോഗിക്കത്തക്ക രീതിയിലാക്കി മാറ്റിയ ആ ഒരു ബുദ്ധിയെ അദ്ദേഹം പലതവണ മനസ്സിൽ വണങ്ങാറുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇതുവരെയുള്ള യാത്ര അവർ 14 കോടി കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് അകലെയാണ്. അപ്പോൾ ഏതാനും മാസങ്ങളായി കാണും അവർ യാത്ര തുടങ്ങിയിട്ട്. ഇതുവരെയുള്ള യാത്രയൊക്കെ വിചാരിച്ച പോലെ തന്നെ സുഖകരമായിരുന്നു. അതിന് മറുപടി പറയുകയാണ് കമ്പ്യൂട്ടർ. അതെ, ശരിയാണ്, യെസ് ബോസ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു കഥയാണിത്. ഇന്ന് കുറേ കൂടി ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നു. നമ്മുടെ കമ്പ്യൂട്ടർ ശൃംഖല അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ കുറച്ചുകൂടി പുരോഗമിച്ചിരിക്കുന്നു. ഏതായാലും ഇത് അതിനൊക്കെ മുമ്പുള്ള ഒരു കഥയാണ്. കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ റോബോട്ടുകളുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നിർമ്മിത ബുദ്ധിയൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള ഒന്നാണെന്ന് പറയാം. പലപ്പോഴും പല സന്ദർഭങ്ങളെയും നമുക്കിപ്പോൾ പുനർനിർമ്മിക്കാൻ കഴിയും ഇന്നത്തെ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച്. അതിൽ തീർച്ചയായും ഗുണവും ദോഷവുമുണ്ട്. പലപ്പോഴും ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വം, ചില ജീവിത സന്ദർഭങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാറുമുണ്ട്. അപ്പോൾ അതിന് ഗുണവും ദോഷവുമുണ്ട്. ഏതായാലും ഇത് റോബോട്ടിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ കഥ സൂചന നൽകുന്നത്. അപ്പോൾ ബഹിരാകാശ പേടകത്തിൽ നരേഷ് എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നു, ഇനി തുടർന്നുള്ള യാത്രയെക്കുറിച്ചുള്ള സൂചനകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. മടക്ക യാത്രയിൽ ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം കിട്ടി. എല്ലാ വിവരങ്ങളും ഈ ഫ്ലോപ്പിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം നിന്റെ ഹാർഡ് ഡിസ്കിൽ എടുത്തോളൂ. ഇതു പറഞ്ഞ് നരേഷ് മുമ്പിലുള്ള ബട്ടണിൽ വിരലമർത്തി. ഒരു നിമിഷത്തിനകം കമ്പ്യൂട്ടറിലെ പച്ച ബൾബ് പ്രകാശിച്ചു. വിവരശേഖരം വേണ്ട പോലെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയായിരുന്നു അത്. ഇത് അടുത്ത യാത്രയുടെ പരിപാടി. ഇതുപ്രകാരം വഴിയൊക്കെ നല്ല പോലെ അന്വേഷിച്ച് മനസ്സിലാക്കിക്കോളൂ. ഈ സൂചന അടുത്ത 24 മണിക്കൂറിനുള്ളിൽ താൻ നിർവഹിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ളതാണ്. ഓക്കെ ബോസ്. വഴി കണ്ടെത്തിക്കഴിഞ്ഞാൽ വിവരം എന്നോട് പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, സ്ക്രീനിൽ എഴുതി കാണിക്കുകയും വേണം. അപ്പോൾ ഞാൻ അടുത്തപടി നിർദ്ദേശങ്ങളും സൂചനകളും തരും.
നരേഷ് കമ്പ്യൂട്ടറിന് കമാൻഡുകൾ കൊടുക്കുന്നതിനിടയിൽ കാപ്പി നിറച്ച സഞ്ചി വായിൽ വെച്ചു. ഗുരുത്വാകർഷണ ശൂന്യമായ അവസ്ഥയിൽ കാപ്പി മൊത്തിക്കുടിക്കുന്നതിന് പകരം വലിച്ചു കുടിച്ചു. സിപ്പ് ചെയ്യുന്നതിന് പകരം സക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള കാപ്പി കുടി നരേഷിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാപ്പി അല്പാൽപമായി മൊത്തി കുടിക്കണം, എങ്കിലേ അതിനൊരു രസമുള്ളൂ. വീണ്ടും നരേഷ് പറയുന്നു, യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ഇതുവരെയുള്ള യാത്രകളൊക്കെ സുഖമായിരുന്നു. ഇനിയുള്ള സൂചനകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ കിട്ടി. അത് ഫ്ലോപ്പിയിലാണ് ഈ നമ്മൾ ശേഖരിച്ച് വെക്കുന്ന വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത്. ആ ഫ്ലോപ്പിയിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ നിന്റെ ഹാർഡ് ഡിസ്കിലേക്ക് എടുത്തോളൂ എന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് നരേഷ് ബട്ടൺ അമർത്തുന്നു. അതോടുകൂടി പച്ച ബൾബ് പ്രകാശിക്കുന്നു. അതിനർത്ഥം വിവരശേഖരം വേണ്ട പോലെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറിൽ എത്തി എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഒരു നിർദ്ദേശം കൂടി റോബോട്ടിന് നൽകുന്നുണ്ട്. ഇനിയുള്ള യാത്രയുടെ വഴികളൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. അത് എഴുതി കാണിക്കണം. പറഞ്ഞാൽ മാത്രം പോരാ, സ്ക്രീനിൽ എഴുതി കാണിക്കുകയും വേണം. അങ്ങനെ എഴുതി കാണിച്ചതിന് ശേഷം ഇനി അടുത്ത നടപടികൾ എന്തൊക്കെയാണ്, അതിനു വേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ തരാമെന്ന് റോബോട്ടിനോട് കമാൻഡുകൾ കൊടുക്കുന്നു. കമാൻഡ് എന്ന് പറയുന്നത് നിർദ്ദേശങ്ങളാണ്. ഒരു ശാസ്ത്രജ്ഞൻ കമ്പ്യൂട്ടറിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഈ കമാൻഡുകൾ. അത് ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അത് ശബ്ദത്തിലൂടെ, സംസാരത്തിലൂടെ തന്നെ റോബോട്ടിലേക്ക് എത്തിക്കാം. ആ ശബ്ദം റോബോട്ട് പിടിച്ചെടുക്കുകയും തിരിച്ച് മറുപടി നൽകുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് അല്പം ഒന്ന് വിശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം കാപ്പി കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇത്തരത്തിൽ ബഹിരാകാശ യാത്ര നടത്തുന്ന യാത്രികർ ബഹിരാകാശ പേടകത്തിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല, അല്ലേ? അതായത് അവിടെ ഗുരുത്വാകർഷണം ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു പറക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. അതേസമയം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും ഏതാണെങ്കിലും അത് ഒരു ബോട്ടിൽ വെള്ളം പോലും വായിലേക്ക് കമിഴ്ത്താൻ നമുക്ക് സാധ്യമല്ല. കാരണം അത് വെള്ളം താഴേക്ക് വീഴില്ല. ഗുരുത്വാകർഷണം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാപ്പി കുടിക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ് പറയുന്നത്. അതിലൂടെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ബഹിരാകാശ യാത്ര നടത്തുന്നവർ എത്രമാത്രമാണ് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവർക്ക് ബഹിരാകാശ യാത്ര നടത്താൻ സാധ്യമല്ല. മാസങ്ങളുടെ ട്രെയിനിങ് വേണം, അവർക്ക് പരിശീലനം വേണം. അതിനുവേണ്ടി അവരുടെ ശരീരം സജ്ജമാകണം. അന്തരീക്ഷത്തോട് യോജിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം അവർ കഴിക്കണം. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് പോലും അവർ പഠിച്ചിരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, കാപ്പി വലിച്ചു കുടിക്കാൻ സാധ്യമല്ല, സിപ്പ് ചെയ്യുന്നതിന് പകരം സക്ക് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞാൽ അത് അത്രയും ആസ്വദിച്ച് കുടിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ഇനി അതേ നിവർത്തിയുള്ളൂ. കാരണം ഇത് അദ്ദേഹം ഏറ്റെടുത്ത ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ്. തൻ്റേതായ പല ഇഷ്ടങ്ങളും ഒക്കെ മാറ്റിവെക്കേണ്ടതായി വരും. അല്പാൽപമായി മൊത്തി കാപ്പി കുടിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. പക്ഷേ ഇപ്പോഴതിന് വഴിയില്ല. എന്നാൽ അടുത്ത ഒരു 15 ദിവസം കൂടി നരേഷിന് ആ രസം അനുഭവിക്കാൻ കഴിയില്ല. അയാൾ ചുമലുകൾ പൊക്കി സഞ്ചിയിലുള്ള കാപ്പി വായിലേക്ക് വലിച്ചു. അപ്പോൾ ഇനിയൊരു 15 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹം ഭൂമിയിലെത്തുള്ളൂ എന്ന സൂചനയാണിത്. അപ്പോൾ അതുവരെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് അദ്ദേഹം മനസ്സിലാക്കി കാപ്പി വായിലേക്ക് വലിക്കുന്നു. ബഹിരാകാശ പേടകത്തിൻ്റെ വാതായനത്തിലൂടെ സൂര്യബിംബത്തെ കാണാമായിരുന്നു. വാതായനം, വാതിൽ. സൂര്യന് തൊട്ടടുത്ത് എത്തിയിരുന്നതിനാൽ ജനാലയ്ക്കടുത്ത് എല്ലാ ഭാഗങ്ങളും ആ പ്രകാശത്തിൽ കുളിച്ചു. ജനാലച്ചില്ലുകൾ കനത്ത കറുപ്പ് നിറമായിരുന്നിട്ടും അതിനുള്ളിൽ കൂടി സൂര്യനെ നോക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ബോസ് കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം കേട്ടു. എന്താ? സൂചനകളിൽ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തെറ്റോ? അതെ, ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോയാൽ നമ്മൾ സൂര്യൻ്റെ തൊട്ടടുത്ത് എത്തും. അപ്പോൾ മൂപ്പരുടെ ഗുരുത്വാകർഷണ വലയത്തിനുള്ളിൽ നമ്മൾ അകപ്പെട്ടു പോകും. അതിൻ്റെ അകത്തു നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഈ പേടകം നേരെ ചെന്ന് സൂര്യനിലെത്തും. എല്ലാം കത്തി ഭസ്മമാവും. അപ്പോൾ ഈ ബഹിരാകാശ വാഹനത്തിൻ്റെ വാതായനം, വാതിലിലൂടെ സൂര്യബിംബം, സൂര്യനെ അടുത്ത് കാണാം. സൂര്യൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഈ ബഹിരാകാശ പേടകം. അപ്പോൾ സൂര്യൻ പ്രകാശത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. ജനാലയുടെ ചില്ലിലൂടെ, അതായത് കറുത്ത മറയുണ്ടായിരുന്നിട്ട് പോലും സൂര്യനെ നോക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത്രയും തീക്ഷ്ണമാണ്, അത്രയും അടുത്തെത്തിക്കഴിഞ്ഞു പേടകം എന്നതാണ് അവിടെ സൂചന.
അപ്പോൾ തന്നെ ഈ കമ്പ്യൂട്ടർ പറയുന്നുണ്ട്, നമുക്ക് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം ഈ തന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ സൂര്യന് തൊട്ടടുത്തെത്തും. സൂര്യനും ഒരു ഗുരുത്വാകർഷണ വലയമുണ്ട്. അതിൻ്റെ അടുത്ത് ചെന്നാൽ തീർച്ചയായും ഈ പേടകം സൂര്യനിലേക്ക് വലിക്കപ്പെടും അല്ലെ. ആ ഗുരുത്വാകർഷണത്തിൻ്റെ ശക്തി കൊണ്ട് ഈ പേടകം എവിടേക്ക് എത്തും? സൂര്യനിലേക്ക് വലിക്കപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക? നമ്മളെല്ലാവരും, അതായത് ആ ബഹിരാകാശ പേടകം, നരേഷ് ഉൾപ്പെടെ, കമ്പ്യൂട്ടർ ഉൾപ്പെടെ, അല്ലെങ്കിൽ ആ റോബോട്ട് ഉൾപ്പെടെ എല്ലാം കത്തി ഭസ്മമാവും എന്നാണ് ഇവിടെ റോബോട്ട് പറയുന്നത്. നീ പറയുന്നത് ശരിയാണ്, പക്ഷേ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ സൂര്യൻ്റെ ഇത്ര അടുത്ത് പോയേ മതിയാവൂ. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല എന്നാണോ? വഴിയൊക്കെ ഉണ്ടടോ, നരേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ പ്രോഗ്രാം നിനക്ക് ഇനിയും തന്നിട്ടില്ല. അവസാന നിമിഷത്തിൽ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ചെയ്തിട്ട് അത് ഫീഡ് ചെയ്യാം. ചുരുക്കി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സൂര്യൻ്റെ തൊട്ടടുത്ത് ചെന്ന് ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ പേടകം 2 കഷ്ണങ്ങളായി മുറിയും. മുമ്പിലുള്ള വലിയ കഷ്ണം സൂര്യൻ്റെ ഗുരുത്വാകർഷണം മൂലം സൂര്യനിലേക്ക് വലിക്കപ്പെടും. പിൻഭാഗത്തുള്ള ചെറിയ കഷ്ണം മുമ്പ് പറഞ്ഞ പ്രക്രിയയുടെ റിയാക്ഷൻ മൂലം സൂര്യനിൽ നിന്ന് ദൂരെ പോവുകയും ചെയ്യും. എന്നിട്ടോ ഞാൻ ആ ചെറിയ കഷ്ണത്തിലായിരിക്കും. ഭൂമിയിൽ നിന്ന് പിന്നാലെ വരുന്ന മറ്റൊരു പേടകം എന്നെ ഭൂമിയിൽ തിരിച്ചെത്തിക്കും. അപ്പോൾ ഞാനോ? കമ്പ്യൂട്ടർ ചോദിച്ചു. നീ വലിയ കഷ്ണത്തിൽ തന്നെയാകും ഉണ്ടാവുക. പിന്നെ സംസാരിക്കുന്നതിനിടയിൽ നരേഷ് സ്വയം നിർത്തി. നീ ആ ഭാഗത്തോടൊപ്പം സൂര്യനിൽ ലയിച്ച് ഇല്ലാതാകും എന്ന് പറയാൻ അയാളുടെ നാവ് പൊങ്ങിയില്ല. ഇത്രയും ദിവസങ്ങളായി ഉണ്ടായ സമ്പർക്കത്തിലൂടെ അയാൾ കമ്പ്യൂട്ടറിനെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ കാണാൻ തുടങ്ങിയിരുന്നു. തുടക്കത്തിൽ ഭൂമിയിൽ നിന്ന് പുറപ്പെടുമ്പോഴും അതിന് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴുമൊക്കെ അയാൾ കമ്പ്യൂട്ടറിനെ വെറുമൊരു യന്ത്രമായി തന്നെയാണ് കണ്ടിരുന്നത്. ഈ ഗവേഷണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ചില അമാനുഷരും ഉണ്ടെന്ന് അയാൾക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല. ഇപ്പോൾ ഈ വസ്തുത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അയാളുടെ ശരീരമാകെ പൊട്ടിത്തെറിച്ചു. അതായത് എന്നെ ബലി കൊടുത്ത് നീ രക്ഷപ്പെടും അല്ലേ? ബലിയോ എന്ന് പറഞ്ഞാൽ എന്താ? നരേഷിന് ശരിക്കും അറിയാമായിരുന്നില്ല ആ വാക്കിൻ്റെ അർത്ഥം. പണ്ടൊക്കെ ബലി നൽകുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. നീ അതിനെപ്പറ്റി കേട്ടിട്ടില്ലേ? ഇല്ല. നരേഷ് ഉൾപ്പെടുന്ന ഈ ബഹിരാകാശ പേടകത്തിൻ്റെ ദൗത്യം എന്നത് സൂര്യന് അടുത്തുവരെ ചെന്ന് സൂര്യനിൽ നിന്ന് വേണ്ട വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ അപകടം നിറഞ്ഞൊരു ദൗത്യം തന്നെയാണ്. കാരണം സൂര്യൻ്റെ അടുത്തുവരെ എത്തുകയും വേണം, അതിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം. അപ്പോൾ ഈ ഒരു ആശങ്കയാണ് റോബോട്ട് പങ്കുവെച്ചത്. പക്ഷേ അവിടെ നരേഷിൻ്റെ കയ്യിൽ വ്യക്തമായൊരു മറുപടിയുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, അതായത് ഒരു ഈ പേടകം അടുത്തുവരെ ചെല്ലുമെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സൂര്യൻ്റെ തൊട്ടടുത്ത് ചെന്ന് വേണ്ട വിവരങ്ങളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ പേടകം, ബഹിരാകാശ പേടകം 2 കഷ്ണങ്ങളായിട്ട് മുറിയും. മുമ്പിലത്തെ കഷ്ണം മാത്രമാണ് സൂര്യൻ്റെ ഗുരുത്വാകർഷണം കൊണ്ട് സൂര്യനിലേക്ക് വലിക്കപ്പെടുക. അതേ കാരണം കൊണ്ട് തന്നെ, അതായത് സൂര്യനിലേക്ക് വലിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ആ ശക്തി കൊണ്ട് രണ്ടാമത്തെ ഭാഗം, പുറകിലുള്ള ഭാഗം പുറകിലേക്ക്, അതായത് ദൂരേക്ക് തെറിച്ചു പോവുകയും ചെയ്യും. മുമ്പ് പറഞ്ഞ പ്രക്രിയയുടെ റിയാക്ഷൻ മൂലം സൂര്യനിൽ നിന്ന് ദൂരെ പോവുകയും ചെയ്യും. അങ്ങനെ ദൂരെ പോകുന്ന രണ്ടാമത്തെ പകുതിയിലാണ് നരേഷ് ഉണ്ടാവുക. അങ്ങനെ നരേഷിന് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി ഈ മുറിച്ചു മാറ്റപ്പെട്ട രണ്ടാമത്തെ പേടകത്തെ ഭൂമിയിൽ നിന്ന് വരുന്ന മറ്റൊരു പേടകം രക്ഷപ്പെടുത്തും. അതായത് ഭൂമിയിൽ നിന്ന് പിന്നാലെ വരുന്ന മറ്റൊരു പേടകം ആരെ ഭൂമിയിലെത്തിക്കും? നരേഷിനെ ഭൂമിയിലെത്തിക്കും. അപ്പോഴാണ് ഈ കമ്പ്യൂട്ടർ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ഞാനോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നരേഷ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നീ ആ വലിയ കഷ്ണത്തിലായിരിക്കും, അതായത് സൂര്യനിലേക്ക് വലിക്കപ്പെടുന്ന വലിയ കഷ്ണം. അപ്പോൾ തീർച്ചയായും റോബോട്ടും ഈ കമ്പ്യൂട്ടറും ഉൾപ്പെടുന്ന ആദ്യത്തെ ഭാഗം സൂര്യനിലെത്തി കത്തി ഭസ്മമായി തീരും എന്നർത്ഥം. ഇത്രയും ആയപ്പോഴേക്കും നീ ആ ഭാഗത്തോടൊപ്പം സൂര്യനിൽ ലയിച്ചില്ലാതാകുമെന്ന് പറയാൻ നരേഷിൻ്റെ നാവ് പൊങ്ങിയില്ല. ഇത്രയും ദിവസങ്ങളായി കമ്പ്യൂട്ടറിനെ ഒരു യന്ത്രമായിട്ടല്ല, ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ ഒക്കെ ആയിട്ടാണ് നരേഷ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയേറെ ഒരു ഹൃദയത്തിലെ ഒരു സ്ഥാനം ഈ റോബോട്ടിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടി വന്നപ്പോഴാണ് തന്നോടൊപ്പം ഇത്രയും കാലം തൻ്റെ ഏകാന്തതയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ വിരസതയ്ക്ക്
വിരാമമിട്ടിരുന്ന ഈ ആത്മാർത്ഥ സുഹൃത്ത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നിൽ നിന്ന് അകന്ന് ആ സൂര്യനിൽ കത്തി ഭസ്മമാകും എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് നരേഷ് എത്തുന്നത്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അയാളുടെ ശരീരമാകെ പൊട്ടിത്തെറിച്ചു. അതേസമയം കമ്പ്യൂട്ടർ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ എന്നെ ബലി കൊടുത്ത് രക്ഷപ്പെടുകയാണ് അല്ലേ എന്ന്. അപ്പോൾ ബലി എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് നരേഷിന് അറിയുന്നില്ല. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് എന്നിവിടെ റോബോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നിനക്കറിയില്ലെങ്കിൽ പറയാം. പഴയ കാലത്ത്, അതായത് രാജാക്കന്മാരും റാണിമാരും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത്, രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ മറ്റു ദുരിതമോ മഹാമാരിയോ ഒക്കെ ഉണ്ടായാൽ അവയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ബലി നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ദൂരീകരിക്കുക, ഇല്ലാതാക്കുക. കമ്പ്യൂട്ടർ തൻ്റെ നിർവികാര സ്വരത്തിൽ മെമ്മറിയിലുള്ള വിവരങ്ങൾ നൽകി. അതിൻ്റെ സ്വരം വിറയ്ക്കുന്നത് പോലെ നരേഷിന് തോന്നി. വെറുതെ ഒരു തോന്നൽ മാത്രം. എന്താ പറയുന്നത്? സത്യമായും ഇങ്ങനെയൊരു സമ്പ്രദായം ഉണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബലിയർപ്പിക്കപ്പെടുന്ന യുവാവ്, അയാൾ മൂകനായി മരണത്തിന് മുമ്പിലേക്ക് നടന്നു പോകുന്നുവെന്നോ? അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കില്ലേ? ഓടി രക്ഷപ്പെടാൻ നോക്കില്ലേ അയാൾ? എങ്ങനെ? അയാളെ നല്ല ബലമുള്ള കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയിരിക്കും. അയാളുടെ കാലുകൾ ചങ്ങലയിട്ട് പൂട്ടിയിട്ടുണ്ടാവും. മരണമല്ലാതെ മറ്റൊരു വഴിയും അയാൾക്ക് മുമ്പിലുണ്ടാവില്ല. എന്തു പറയണമെന്നറിയാതെ നരേഷ് പരുങ്ങി. നിന്റെ പേര് നരേഷ് എന്നല്ലേ? നരേഷ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും. അതായത് നിന്റെ പേര് അന്വർത്ഥമാവാൻ പോകുന്നു. നരേഷിന് താൻ മരിക്കുന്നത് പോലെ തോന്നി. അയാൾ പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബലി എന്താണ് എന്ന് നരേഷിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടർ പറയുന്നതും തൻ്റെ മെമ്മറിയിലുള്ള, അതായത് മുമ്പ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളോ അറിവുകളോ ഒക്കെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണല്ലോ, ആ വിവരങ്ങളാണ് നൽകുന്നത്. പണ്ടുകാലത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ക്ഷാമമോ അല്ലെങ്കിൽ വരൾച്ചയോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളോ സങ്കടമോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത്തരത്തിൽ ബലി കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരെയാണ് ബലി കൊടുക്കുക. അപ്പോൾ നരേഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അദ്ദേഹം ഈ ബലി കൊടുക്കപ്പെടുന്ന ആൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കില്ലേ? അങ്ങനെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. കാരണം ബലമുള്ള കയറുകൊണ്ട് അയാളെ വരിഞ്ഞു കെട്ടിയിട്ടുണ്ടാവും. കാലുകൾ ചങ്ങലയിട്ട് പൂട്ടിയിട്ടുണ്ടാകും. മരണമല്ലാതെ മറ്റൊരു വഴിയുമില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉള്ള ഒരു അറിവാണ് നരേഷിനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നിന്റെ പേര് നരേഷ് എന്നാണ്, അതായത് രാജാവ് എന്നാണ്. രാജാവിന് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇവിടെ രാജാവായിട്ടുള്ള നീ വെറുമൊരു യന്ത്രമായിട്ടുള്ള എന്നെ ഇതാ ബലി കൊടുക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ പേര് അന്വർത്ഥമാവുന്നു. നരേഷ് രാജാവ്. അന്വർത്ഥമാവുക, പേരിന് യോജിച്ച വിധത്തിൽ നീ പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നാണ് അർത്ഥം. അത് കേട്ടതോടുകൂടി നരേഷ് മരിക്കുന്നത് പോലെ തോന്നിയതാണ്. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞനാണെങ്കിലും ഇതൊരു യന്ത്രമാണെന്ന് അറിയാമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള ആ മാനുഷിക ഭാവം പുറത്തു വരികയാണ്. എത്രയായാലും തൻ്റെ ഏകാന്തതയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് ആ കമ്പ്യൂട്ടർ. അപ്പോൾ ബലി കൊടുക്കാൻ പോവുകയാണ് ഈ ഒരു യുവാവിനെ പോലെ, രക്ഷപ്പെടാൻ വഴിയില്ലാതെ മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്ന നിസ്സഹായനായ ഒരു യുവാവിനെ പോലെ ഇതാ തൻ്റെ മുന്നിൽ ഈ റോബോട്ടും തന്നോട് ചോദ്യം ചോദിക്കുകയാണ്. തൻ്റെ നേരെ വിരൽ ചൂണ്ടുകയാണ്, എന്നെ ബലി കൊടുക്കാൻ പോവുകയാണല്ലേ എന്ന്. ഇതിനിടയിൽ നിർവികാര സ്വരം, ഒരു വികാരവുമില്ലാത്ത സ്വരത്തിലാണ് ഈ കമ്പ്യൂട്ടർ ഇതൊക്കെ പറയുന്നതെങ്കിലും ആ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ മാനുഷികമായ ഒരു ഭാവം നരേഷിൻ്റെ ഉള്ളിൽ തറഞ്ഞു നിൽക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വികസനങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ഒക്കെ പരമകോടിയിൽ നിൽക്കുന്ന ജനതയ്ക്ക് പോലും തങ്ങളുടെ ചരിത്രത്തിലോ വംശാവലിയിലോ ഉള്ള അറിവുകൾ പരിമിതമാണ്, അല്ലേ? ബലി എന്താണെന്ന് ഇത്രയും വലിയൊരു ശാസ്ത്രജ്ഞന് റോബോട്ടാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ് പറഞ്ഞു കൊടുക്കുന്നത്. കഥയിൽ ഇത് പകർന്നു നൽകുന്നത് കമ്പ്യൂട്ടറാണ്. ഇങ്ങനെ ഒരു വൈകാരികമായ അടുപ്പം കമ്പ്യൂട്ടറിനോട് ഉണ്ടെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ വിവേകത്തോടെ അല്ലെങ്കിൽ യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നരേഷിന് തീർച്ചയായും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൂടുതൽ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ പറയുന്ന കാര്യങ്ങൾ കേട്ട് തൻ്റെ മനസ്സ് ചഞ്ചലപ്പെടുമോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കമ്പ്യൂട്ടർ വെറും ഒരു യന്ത്രം, നിർദ്ദേശിക്കപ്പെട്ട വിധം കണക്കുകൾ കൂട്ടുന്ന ഒന്ന്. ഇപ്പോൾ അതിന് സംസാരശേഷി കിട്ടി എന്നതുകൊണ്ട് എന്താ?
സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിന് പുറമെ അതേ സന്ദേശം അത് വാക്കാൽ തരുകയും ചെയ്യുന്നു. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. അതിന് സ്വന്തം ബുദ്ധിയില്ല, വിചാരവികാരങ്ങളില്ല. അപ്പോൾ പിന്നെ തന്നെപ്പറ്റി നരേഷ് എന്നാൽ രാജാവ്, നിന്റെ പേര് അന്വർത്ഥമാവാൻ പോകുന്നു എന്നൊക്കെ വികാരക്ഷോഭത്തോടെ പറയാൻ കഴിയുന്നത് എങ്ങനെ? അതിന് ചിന്തിക്കാനുള്ള ശക്തിയുണ്ടോ? സ്വന്തം മരണത്തെപ്പറ്റി സങ്കല്പിക്കാൻ കഴിയുമോ? മരണത്തെപ്പറ്റി ആലോചിക്കണമെങ്കിൽ സ്വന്തം അസ്തിത്വത്തെ പറ്റിയുള്ള ബോധം അതിനുണ്ടായിരിക്കണം. അത് തത്സമയം ഉണ്ടായിട്ടുണ്ടാവുമോ? അതിൻ്റെ സംസാരത്തിൽ തീർച്ചയായും പരിഹാസം തുടിച്ചു നിന്നിരുന്നു. മുറിക്ക് പുറത്തിറങ്ങിയ നരേഷ് പലതരത്തിലുള്ള ചിന്തകൾ അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. ഇതൊരു വെറും യന്ത്രമാണ്, ആ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. അതായത് മനുഷ്യൻ തന്നെ നിർമ്മിച്ച യന്ത്രമാണ്, മനുഷ്യൻ തന്നെ നൽകുന്ന ഡേറ്റകളാണ് അതിൻ്റെ തലച്ചോറിലുള്ളത്. മനുഷ്യൻ തന്നെ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ആ യന്ത്രം തിരിച്ച് മറുപടി നൽകുന്നത്. അതായത് ടൈപ്പ് ചെയ്യുന്നതിന് പകരം സംസാരിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിന് സ്വന്തം ബുദ്ധിയില്ല, വികാരവിചാരങ്ങളില്ല എന്ന് മാത്രമല്ല, അതിന് മരണത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അതേസമയം അദ്ദേഹത്തിന് മറ്റൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന്, അതായത് തത്സമയം അതിന് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവെങ്ങാനും കിട്ടിയിട്ടുണ്ടോ എന്നൊരു ചിന്ത അയാൾക്ക് വരികയാണ്. മരണത്തെപ്പറ്റി അത് ആലോചിക്കണമെങ്കിൽ അതിൻ്റെ അസ്തിത്വത്തെ പറ്റി ബോധം ഉണ്ടാവണം. അസ്തിത്വം, അതിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്നൊക്കെയാണ് അർത്ഥം. മരണത്തെപ്പറ്റി ഇത്രമേൽ പറയുന്ന ആ കമ്പ്യൂട്ടറിന് തൻ്റെ തുടക്കത്തെക്കുറിച്ചും തുടർച്ചയെക്കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കാമല്ലോ ഈ നിമിഷത്തിൽ എന്ന് സംശയിക്കുന്നു. അതോടൊപ്പം ആ പറയുന്നതിൽ പരിഹാസത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണമുണ്ടോ എന്നും അയാൾക്ക് സംശയം തോന്നുകയാണ്. തുടർന്ന് വായിക്കാം. ഇതിൻ്റെ അർത്ഥം അതിന് തൻ്റെ അസ്തിത്വത്തെ പറ്റിയുള്ള ബോധമുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ആത്മരക്ഷയ്ക്കായി എന്തെങ്കിലും ചെയ്തുകൂടുന്നുണ്ടോ? ബഹിരാകാശ പേടകത്തിൻ്റെ ഗതി തന്നെ മാറ്റിയാലോ? ഒരു വേള പേടകം 2 കഷ്ണങ്ങളായി വിഘടിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്താൽ? അങ്ങനെ സംഭവിച്ചാൽ ഈ ബഹിരാകാശ വാഹനം മുഴുവനായും സൂര്യൻ്റെ ഭക്ഷണമായി പോകും. എന്നെ ബലി കൊടുക്കും അല്ലേ? എന്നാൽ എന്നോടൊപ്പം നീയും മരിക്ക്. നരേഷ് വിയർത്തു കുളിച്ചുപോയി. എന്തു ചെയ്യണം? ഭൂമിയുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം തേടണോ? പക്ഷെ അതിനും കമ്പ്യൂട്ടറിൻ്റെ സഹായം വേണ്ടി വരുമല്ലോ. എന്നാൽ പിന്നെ കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചാലോ? പക്ഷേ അപ്പോൾ ഈ വാഹനം അതിൻ്റെ വഴിയേ പോകില്ല. അതിനു കഴിയില്ല. എന്തു ചെയ്യണമെന്നറിയാതെ നരേഷ് കുഴങ്ങി. ഒന്ന് ചെയ്യാം, തൻ്റെ മുറിയിലെ കേൾവിയെ സഹായിക്കുന്ന യന്ത്രം ഓഫാക്കി വയ്ക്കാം. എങ്കിൽ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം കേൾക്കില്ലല്ലോ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അപകട സൂചനകളോ ഭൂമിയിൽ നിന്നെത്തുന്ന സന്ദേശങ്ങളോ ഒന്നും തന്നെ കേൾക്കാൻ കഴിയില്ല. വാഹനത്തിൻ്റെ മുൻഭാഗം വിഘടിച്ച് 2 കഷ്ണങ്ങളും 2 ദിശയിലേക്ക് പോവാൻ ഇനിയും 24 മണിക്കൂർ സമയം ബാക്കിയുണ്ട്. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. വരുന്നത് വരട്ടെ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കാം. അത്തരമൊരു സന്ദർഭമുണ്ടായാൽ അപ്പോൾ നോക്കാം. നരേഷ് ഒടുക്കം ഇത്തരമൊരു തീരുമാനത്തിലെത്തി. മനസ്സിനെ നിയന്ത്രിച്ച് ദൃഢചിത്തനായി അയാൾ കൺട്രോൾ റൂമിലേക്ക് നടന്നു. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സമയപ്പട്ടികയനുസരിച്ച് നരേഷ് തൻ്റെ ജോലികളിൽ വ്യാപൃതനായി. എന്നാൽ മുമ്പത്തെ പോലെ കമ്പ്യൂട്ടറുമായി ഇടയ്ക്കിടെ സംസാരിക്കുന്ന ശീലം മാത്രം നിർത്തിവെച്ചു. നരേഷ് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ ഉത്തരവുകളും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടർ നിശബ്ദം അനുസരിക്കുന്നുണ്ടായിരുന്നു. യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ തന്നെ. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ നരേഷുമായി നടത്തിയ സംഭാഷണം വെറും ഭാവനാവിലാസം മാത്രമാണോ? നരേഷ് വലിയൊരു ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും കമ്പ്യൂട്ടറിന് അതിൻ്റെ മരണത്തെക്കുറിച്ച് ബോധ്യമായി. അങ്ങനെയെങ്കിൽ അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും അതിന് മനസ്സിലായിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമല്ലോ. എങ്ങനെയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുക? പല കാര്യങ്ങൾ അത് ചിന്തിക്കാം അല്ലേ? കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ കുറേ ഇൻഫോർമേഷൻ ഡേറ്റകളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള വലിയൊരു വിവരശേഖരണം തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സ്വയം രക്ഷപ്പെടാനുള്ള ധാരാളം വഴികൾ ഒരുപക്ഷെ അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവണം. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഇഷ്ടം പോലെ വഴികൾ അതിന് തിരഞ്ഞെടുക്കാം. ഒരു പക്ഷേ ബലി കൊടുക്കുമല്ലേ എന്നുള്ള ആ ചോദ്യം ഒരു താക്കീതായിരിക്കാം. എന്നാൽ എന്നോടൊപ്പം നീയും മരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൂടി ആ സൂര്യനിലേക്ക് അടുപ്പിച്ചാലോ എന്നും ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെയും ചിന്തിക്കുന്നു, ഒരു പക്ഷേ ഈ ബഹിരാകാശ പേടകം 2ആയി വിഘടിച്ചു പോകാതിരുന്നാലോ, വിഘടിച്ചു പോവുക 2ആയി മുറിഞ്ഞു പോകാതിരുന്നാലോ എന്നും
നരേഷ് ചിന്തിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആലോചിച്ചപ്പോഴേക്കും അദ്ദേഹം ആകെ വിയർത്തു കുളിച്ചു. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. വൈദ്യുതി വിച്ഛേദിക്കുക പറഞ്ഞാൽ മുറിച്ചു മാറ്റിയാലോ എന്ന് ചിന്തിക്കുന്നു. പക്ഷേ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. വീണ്ടും അദ്ദേഹം വിചാരിക്കുന്നു കേൾവിയെ സഹായിക്കുന്ന യന്ത്രം ഓഫാക്കിയിടാം, അപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ ഒന്നും പറയുന്നത് കേൾക്കേണ്ടി വരില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നാൽ എന്തെങ്കിലും സന്ദേശങ്ങളോ അപകട സൂചനകളോ ഉണ്ടായാൽ അത് കേൾക്കാൻ വഴിയില്ലാതാവും. ഇനി 2 കഷ്ണങ്ങളായിട്ട് പോകാൻ 24 മണിക്കൂർ ബാക്കിയുണ്ട്. അതിനിടയിൽ ഒരു ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ബഹിരാകാശ യാത്രികൻ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഏതായാലും വരുന്നത് വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ ചിന്തിച്ച് ദൃഢചിത്തനായി, എന്ന് വെച്ചാൽ ഉറച്ച മനസ്സോടുകൂടി മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അയാൾ തൻ്റെ പണിയിൽ വ്യാപൃതൻ മുഴുകി എന്നാണ് അർത്ഥം. എന്നാൽ കമ്പ്യൂട്ടറുമായിട്ട് ഇടയ്ക്കിടെ സംസാരിക്കുന്ന ഒരു ശീലം അയാൾ ഒഴിവാക്കുകയും ചെയ്തു. അതേസമയം കമ്പ്യൂട്ടറിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, ഉത്തരവുകൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കമ്പ്യൂട്ടർ നിശബ്ദം അനുസരിക്കുന്നുമുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ. അതല്ലെങ്കിലും ഇതൊരു വെറും ഒരു യന്ത്രമാണ്. ഈ കമ്പ്യൂട്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും ഒരു ഭാവനാവിലാസം മാത്രമാണോ എന്നാണ് പിന്നീട് അയാൾ ചിന്തിക്കുന്നത്. ഭാവനാവിലാസം വെറും ഒരു സ്വപ്നം കാണുന്നത് പോലെ, ഈ നടന്നതൊക്കെ അത്രയ്ക്കൊന്നും ആഴത്തിൽ മനസ്സിനെ മുറിപ്പെടുത്തുന്ന ഒന്നായി കണക്കാക്കേണ്ടതില്ല. അത് വെറും ഒരു യന്ത്രമാണ്, അത് അത്തരത്തിൽ ചോദിച്ചു എന്നുള്ളത് വെറും ഒരു തോന്നലായിക്കൂടെ എന്നും വരുന്നുണ്ട്. കൂടുതൽ ചിന്തിക്കാൻ നരേഷിന് സമയമില്ലായിരുന്നു. ചുമതലപ്പെടുത്തിയിരുന്ന എല്ലാ പരീക്ഷണങ്ങളും അയാൾ വേണ്ട പോലെ ചെയ്തു തീർത്തു. ആവശ്യമായ കുറിപ്പുകൾ എടുത്തു. ഇടയ്ക്കിടെ അയാളുടെ ദൃഷ്ടി മുമ്പിലുള്ള പ്ലേറ്റിൽ പതിയുന്നുണ്ടായിരുന്നു. വാഹനം നിർദ്ദിഷ്ട മാർഗത്തിൽ കൂടി തന്നെയാണ് സഞ്ചരിച്ചിരുന്നത്. ഒരു കുഴപ്പവും കാണാനില്ല. എല്ലാം പൂർവ്വ നിശ്ചയമനുസരിച്ചു തന്നെ നടക്കുന്നുണ്ടായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ അയാളെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും അയാൾ വേണ്ടതുപോലെ ചെയ്തു. ഇടയ്ക്കിടെ അയാൾ പരിശോധിക്കുന്നുണ്ട് ഈ ബഹിരാകാശ പേടകം അതായത് നിർദ്ദേശിക്കപ്പെട്ട വഴിയിലൂടെ തന്നെയല്ലേ സഞ്ചരിക്കുന്നത് എന്നൊക്കെ. ഇതുവരെയും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. എല്ലാം മുൻപ് നിശ്ചയിച്ചതനുസരിച്ച് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ആ സമയമെത്തി. ബഹിരാകാശ വാഹനം 2ആയി വേർപെടാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നരേഷ് കമ്പ്യൂട്ടറിന് നൽകിക്കൊണ്ടിരുന്നു. അവയെല്ലാം അക്ഷരം പ്രതി ഉൾക്കൊണ്ടു എന്നതിൻ്റെ തെളിവിനായി കമ്പ്യൂട്ടർ 2 തവണ ബീപ്പ് ബീപ്പ് എന്ന് ശബ്ദമുണ്ടാക്കി. അടുത്ത 5 നിമിഷങ്ങൾക്കകം പേടകം 2ആയി വേർപെടും. നരേഷ് കൺട്രോൾ റൂമിൽ അവസാനമായി ഒന്ന് കണ്ണോടിച്ചു. എല്ലാം വ്യവസ്ഥിതമായി തന്നെ നടക്കുകയായിരുന്നു. 4 മിനിറ്റ് ബാക്കി. നരേഷ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അടുത്ത 3 മിനിറ്റുകൾക്കുള്ളിൽ അയാൾക്ക് വാഹനത്തിന്റെ പിൻഭാഗത്തേക്ക് നീങ്ങേണ്ടതുണ്ടായിരുന്നു. അരയിൽ ബന്ധിച്ചിരുന്ന സുരക്ഷാ ബെൽറ്റിന്റെ ബക്കിൽ അയാൾ തിടുക്കത്തിൽ ഊരിമാറ്റി. അയാൾ കാലുകൾ ഉയർത്തി നോക്കാൻ ശ്രമിച്ചു. പക്ഷേ തൻ്റെ കാലുകൾ എവിടെയോ ഉടക്കിയിരിക്കുകയാണെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. അയാളുടെ വായിൽ നിന്ന് അസ്ഫുടമായ ശബ്ദത്തിൽ ഒരു നിലവിളി പൊങ്ങി പുറത്തു വന്നു. ഗുരുത്വാകർഷണരഹിതമായ പരിതസ്ഥിതിയിൽ സാധാരണ പോലെ നടക്കാൻ കഴിയുന്നതിനായി തൻ്റെ ബൂട്ടുകൾക്കടിയിൽ തറച്ചു വച്ചിരുന്ന കാന്തം മൂലമാണ് തനിക്കിങ്ങനെ തോന്നുന്നതെന്ന് അയാൾക്ക് അടുത്ത നിമിഷം ഓർമ്മ വന്നു. ശക്തിയോടെ അയാൾ കാലുകൾ ഉയർത്തി. ഭാഗ്യം, കാലുകൾ സ്വതന്ത്രമായി. 2 മിനിറ്റേ അവശേഷിച്ചിട്ടുള്ളൂ ഇനി. സൈറൺ ശബ്ദിച്ചു തുടങ്ങിയിരുന്നു. അയാൾ എങ്ങനെയോ കൺട്രോൾ റൂമിന്റെ വാതിൽക്കലെത്തി. 1 മിനിറ്റ് ബാക്കി. പാനലിന് മുകളിലെ മുഴുവൻ ചുവപ്പ് ബൾബുകളും പ്രകാശിച്ചു. നരേഷ് സർവശക്തിയും സംഭരിച്ച് തൻ്റെ ശരീരം വാതിലിന് പുറത്തേക്ക് കൊണ്ടുവന്നു. നീന്തി അയാൾ വാഹനത്തിന്റെ പിൻവശത്തെത്തി. ഇടയ്ക്കുള്ള വാതിൽ പെട്ടെന്ന് അടഞ്ഞു. അയാൾ ചെറുതായൊന്ന് ഞെട്ടിപ്പോയി. വാഹനം 2ആയി വിഘടിച്ചു തുടങ്ങിയിരുന്നു. ചുമരിൽ ഘടിപ്പിച്ചിരുന്ന ചെറിയ സ്ക്രീനിൽ അയാൾക്കതിൻ്റെ ചിത്രങ്ങൾ കാണാൻ കഴിഞ്ഞു. മുൻഭാഗം അതിവേഗം സൂര്യാഭിമുഖമായി പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ റിയാക്ഷൻ മൂലം നരേഷ് ഉണ്ടായിരുന്ന പിൻവശം പതുക്കെ സൂര്യനിൽ നിന്ന് അകലുകയായിരുന്നു. അതായത് താൻ ജയിച്ചു. തനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു. കമ്പ്യൂട്ടർ സുഹൃത്തിനെ ബലി കൊടുത്ത്. ഒടുവിൽ ആ പറഞ്ഞ നിമിഷമെത്തി. അതായത് ബഹിരാകാശ പേടകം 2ആയി മുറിയാൻ പോവുകയാണ്. 5 മിനിറ്റ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വിഘടിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അതാത് സമയത്ത് കമ്പ്യൂട്ടറിന് നൽകുന്നുണ്ട്. അതൊക്കെ അക്ഷരം പ്രതി ആ റോബോട്ട് അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യുന്നുണ്ട്. അതിന് ബീപ്പ് ബീപ്പ് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഒടുവിൽ ഈ 5 മിനിറ്റിനുള്ളിൽ താൻ പിറകുവശത്തേക്ക്, അതായത് ആ വാഹനത്തിൻ്റെ പിൻഭാഗത്തേക്ക് പോകേണ്ടതിന് വേണ്ടി അയാൾ പെട്ടെന്ന് തന്നെ സുരക്ഷാ ബെൽറ്റിൻ്റെ ബക്കിൾ തിടുക്കത്തിൽ ഊരി മാറ്റി.
അതിനുശേഷം കാലുകൾ ഉയർത്താൻ നോക്കിയപ്പോഴാണ് അത് അനങ്ങുന്നില്ല. അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പെട്ടെന്ന് എന്തോ ഒരു അപകടം ഉണ്ടായതുപോലെ അയാൾ നിലവിളിക്കുന്നു. ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ തന്നെ ചതിച്ചോ എന്ന് വരെ ഒരു നിമിഷം അയാൾക്ക് തോന്നിയിട്ടുണ്ടാകാം. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി തെളിയുകയാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഗുരുത്വാകർഷണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബൂട്ടുകൾക്കടിയിൽ തറച്ചു വെച്ച കാന്തം മൂലമാണ് തനിക്ക് കാലുകൾ പൊങ്ങിക്കാൻ കഴിയാത്തത്. ഉടനെ തന്നെ അദ്ദേഹം അത് സ്വതന്ത്രമാക്കി. 2 മിനിറ്റ് ഇനി അവശേഷിച്ചിട്ടുള്ളൂ. എല്ലായിടത്തും ചുവപ്പ് ബൾബ് കത്തുന്നുണ്ട്, സൈറൺ മുഴങ്ങുന്നുണ്ട്, 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. സർവശക്തിയും എടുത്ത് അയാൾ ആ പേടകത്തിൻ്റെ പുറകുവശത്തേക്ക് വന്നു. അങ്ങനെ ആ വാതിൽ അടഞ്ഞു. 2ആയിട്ട് പേടകം വിഘടിച്ചു എന്നതിൻ്റെ സൂചന അയാൾ ആ ചിത്രത്തിൽ ചുമരിൽ പതിപ്പിച്ചിരിക്കുന്ന സ്ക്രീനിൽ കാണാൻ തുടങ്ങി. അതായത് ആ ദൗത്യം പൂർണ്ണമായിരിക്കുന്നു. അതായത് ഒരു ബഹിരാകാശ യാത്രികൻ എന്ന നിലയിൽ അയാൾ ജയിച്ചിരിക്കുന്നു. തനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു കമ്പ്യൂട്ടർ സുഹൃത്തിനെ ബലി കൊടുത്തുകൊണ്ട് എന്ന് അല്ലേ. അപ്പോൾ അവിടെ ബലി കഴിപ്പിക്കപ്പെട്ടു. തന്നെ ഇത്രയും സഹായിച്ച, തനിക്ക് വേണ്ടി ഇത്രയും നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് അല്ലേ, അതായത് സ്വയം അത് ഉൾക്കൊണ്ടു. തൻ്റെ മരണത്തെക്കുറിച്ച് അതിനെ അറിയാം, അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിയാം. എങ്കിലും അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സഹായിക്കുകയും ഒടുവിൽ അത് സൂര്യനിൽ എത്തി കത്തി ചാമ്പലാകാൻ വേണ്ട നിർദ്ദേശം പോലും സ്വീകരിച്ച് അങ്ങനെ കമ്പ്യൂട്ടർ സുഹൃത്ത് ബലി കൊടുക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നരേശൻ്റെ വായിൽ ഒരുതരം കയ്പുരസം അനുഭവപ്പെട്ടു. തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായി കമ്പ്യൂട്ടർ നിശബ്ദം ആത്മബലി നടത്തിയിരിക്കുന്നു. സൗരോഷ്മാവിൽ ഭസ്മമായി മാറുന്നതിന് മുമ്പ് അതിനോട് 2 വാക്ക് സംസാരിക്കുവാനുള്ള മോഹം നരേശിൻ്റെ മനസ്സിൽ പൊങ്ങി വന്നു. കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് കൂടി റേഡിയോ സന്ദേശങ്ങൾ കൊടുക്കുവാൻ കഴിയുമായിരുന്നു. നരേശിൻ്റെ വായിൽ ഒരുതരം കയ്പുരസം. അത് ഒരു തരത്തിലുള്ള ഒരു മാനുഷിക മൂല്യമാണ്. ഒരു യന്ത്രമാണെങ്കിൽ പോലും തൻ്റെ ഏകാന്തതയിൽ കൂട്ടായിരുന്ന ആ കമ്പ്യൂട്ടർ സുഹൃത്തിനെ തനിക്ക് ഈ വിധത്തിൽ ബലി കൊടുക്കേണ്ടി വന്നതിലെ ചെറിയൊരു കുറ്റബോധം മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ആ കയ്പുരസം അനുഭവപ്പെട്ടത്. പെട്ടെന്ന് തനിക്ക് ആ കമ്പ്യൂട്ടർ സുഹൃത്തിനോട് അവസാനമായിട്ട് സംസാരിക്കണമെന്ന് തോന്നുന്നു. ഏതാണ്ട് 5 മിനിറ്റ് കൂടി റേഡിയോ സന്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുമായിരുന്നു. നരേഷ് മൈക്കിൻ്റെ അടുത്തേക്കോടി. ഹലോ ഹലോ. കമ്പ്യൂട്ടറുമായി സമ്പർക്കം സ്ഥാപിക്കുവാനുള്ള ബട്ടൺ അമർത്തിക്കൊണ്ട് അയാൾ ഉറക്കെ വിളിച്ചു. ഹലോ. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ശബ്ദം കേൾക്കായി. ഹലോ, ഞാൻ നരേഷാണ്. നിനക്ക് 5 മിനിറ്റ് കൂടി. അതായത് നിനക്ക് 5 മിനിറ്റ് മാത്രം. അറിയാം, 5 മിനിറ്റിനകം ഞാൻ സൂര്യ തേജസ്സിൽ ലയിച്ചു ചേർന്നില്ലാതാവും. കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം അതീവ നിർവികാരമായിരുന്നു. ഓ, നിനക്കറിയാമല്ലേ? നിനക്കൊന്നും തോന്നുന്നില്ലേ? നീ അപ്പോൾ ഇവിടെ വേഗം ഓടിച്ചെല്ലുന്ന മൈക്കിനടുത്ത് എത്തുന്നു. കമ്പ്യൂട്ടറുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഞാൻ നരേഷാണ്. നിനക്കിനി 5 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ എന്നിങ്ങനെ പറയും. അപ്പോൾ കമ്പ്യൂട്ടർ പറയുന്നുണ്ട്, അറിയാം, ആ സൂര്യൻ്റെ തേജസ്സിൽ ലയിച്ചു ചേരാൻ എനിക്ക് അത്രയും സമയമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നു. നിർവികാരമായിരുന്നു അല്ലേ. അതൊരു യന്ത്രമാണ്. അപ്പം അതിന് വികാരങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ചും നരേശിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് കുറ്റബോധം കൊണ്ടുള്ള ഒരു അന്വേഷണമാണ്. അതുകൊണ്ടായിരിക്കാം കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം ഒട്ടും വികാരമില്ലാത്തതാണ്. അത് വികാരങ്ങൾ നിറഞ്ഞ ഒരു സുഹൃത്താണെന്നൊക്കെ അദ്ദേഹത്തിന് മുമ്പ് തോന്നിയിരുന്നു. ഏതായാലും അങ്ങനെ ഒരു മാനുഷിക ഭാവം ആ കമ്പ്യൂട്ടറിന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അപ്പം നിനക്കൊന്നും തോന്നുന്നില്ലേ എന്ന് നരേഷ് ചോദിക്കുകയാണ്. ഞാൻ ആത്മരക്ഷയ്ക്കുള്ള വഴിയൊന്നും കാണാതിരുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ ചോദിക്കുന്നത്? അതെ, എനിക്കെന്താ ചെയ്യാൻ കഴിയുമായിരുന്നത്? എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ? എൻ്റെ കാലുകളിൽ ചങ്ങലയിട്ടു. എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്? ചങ്ങലയോ? എന്തു ചങ്ങല? ഈ ചങ്ങല തന്നെ. മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ശ്രമം ആദ്യം ചെയ്യണം. പിന്നെ സാധിക്കുകയാണെങ്കിൽ മാത്രം സ്വരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുക എന്ന നിയമമാണല്ലോ എൻ്റെ തലയിൽ നീ തന്നെ ഫീഡ് ചെയ്തിട്ടുള്ളത്. അത് ചങ്ങലയല്ലാതെ മറ്റെന്താണ്? മനുഷ്യൻ, ഞാൻ, ഇവയിൽ മനുഷ്യനാണ് മുൻഗണനയെന്ന് നീ എൻ്റെ മനസ്സിൽ സ്ഥിരമായി കയറ്റിവെച്ച തത്വമല്ലേ? ഈ നിയമത്തെ ലംഘിക്കാൻ എനിക്ക് കഴിയില്ല. ഈ നിയമത്താൽ എന്നെ കെട്ടിയിട്ടിരിക്കുകയല്ലേ? കെട്ടിയിട്ടിരുന്നു. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ശബ്ദം ഇപ്പോൾ വളരെ ക്ഷീണിതമായി തോന്നി. വാഹനത്തിൻ്റെ മുൻഭാഗം അതിവേഗത്തിൽ സൂര്യനിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടുകയായിരുന്നു. നരേശിൻ്റെ കാതിൽ ചെണ്ടകളുടെ ഉഗ്രശബ്ദം കേട്ടു തുടങ്ങി. ഡും 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 ഡും. ബലിയർപ്പിക്കാനായി തയ്യാറാക്കി നിർത്തിയ ചെറുപ്പക്കാരൻ്റെ നിലവിളി ആ വാദ്യഘോഷത്തിൽ അലിഞ്ഞില്ലാതാവുകയായിരുന്നു.
ബഹിരാകാശ പേടകം നിന്നിടത്തു നിന്ന് ഒന്ന് വട്ടം കറങ്ങി. സൂര്യന്റെ ഉഗ്രരശ്മികളേറ്റ് അതിൻ്റെ പിൻഭാഗം വാൾത്തല പോലെ മിന്നിത്തിളങ്ങി. നരേശിന്റെ കണ്ണുകൾക്ക് ആ പ്രകാശം സഹിക്കാനായില്ല. അയാൾ കൈകൾ കൊണ്ട് കണ്ണുകൾ മറച്ചു. ഇവിടെ ആ കമ്പ്യൂട്ടർ പറയുന്നു, ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒരു വഴിയും കാണാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നിന്റെ ചോദ്യം. അതെ, കാരണം നീ എന്നെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു നിയമങ്ങൾ കൊണ്ട്. നീ തന്നെ എൻ്റെ തലച്ചോറിൽ ഫീഡ് ചെയ്തിട്ടുള്ള, അതായത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ നിർദ്ദേശം എന്താണ്? മനുഷ്യനെ രക്ഷിക്കുക. ആദ്യം മനുഷ്യനാണ് പ്രാധാന്യം, അതിനുശേഷം മാത്രമേ സ്വയരക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അതൊരു തരം ചങ്ങലയാണ്. അപ്പോൾ ഇവയിൽ മനുഷ്യനാണ് മുൻഗണന, പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് സ്ഥിരമായി പറഞ്ഞിട്ടുള്ള ആ തത്വം ലംഘിക്കാൻ എനിക്ക് കഴിയില്ല. ഈ നിയമം തന്നെയാണ് എൻ്റെ ചങ്ങലയായിട്ട് മാറിയിട്ടുള്ളത് എന്ന് പറയുന്നു. അതോടുകൂടി സൂര്യനിലേക്ക് ആ മുൻഭാഗം അടുപ്പിക്കപ്പെടുകയാണ്. നരേശിൻ്റെ കാതിൽ അപ്പോൾ ആ ചെണ്ടകളുടെ ഉഗ്രശബ്ദം. നരബലി എന്താണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞു തന്ന ആ കമ്പ്യൂട്ടർ സുഹൃത്ത് തന്നെ ഇപ്പോൾ ബലിയർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ നരേശ് നേരിൽ കാണുകയാണ്. ഒരു യുവാവ്, നിസ്സഹായനായിട്ടുള്ള യുവാവ് നരബലി കൊടുക്കാൻ പോവുകയാണ്. അയാളുടെ നിലവിളി, ചുറ്റുപാടും ചെണ്ട കൊട്ടുന്നതിൻ്റെ ശബ്ദം, ആ നിലവിളി ആ ചെണ്ട കൊട്ടുന്നതിൻ്റെ ആ ശബ്ദത്തിൽ അലിഞ്ഞ് ഇല്ലാതാകുന്നു. ഇവിടെ ആ ബഹിരാകാശ പേടകം വട്ടം കറങ്ങുന്നു. ആ പുറകുവശം ഒരു വാൾത്തല പോലെ മിന്നുന്നു സൂര്യൻ്റെ പ്രകാശമേറ്റ്. അപ്പോൾ ഇവിടെ മനുഷ്യൻ ഉള്ള ആ ബഹിരാകാശ പേടകം വാളായിട്ട് മാറുന്നു. മുൻഭാഗം നഷ്ടപ്പെട്ടു പോയി, അതായത് കമ്പ്യൂട്ടർ സുഹൃത്തുള്ള ആ മുൻഭാഗം ഇവിടെ നരബലി കൊടുക്കപ്പെടുന്ന യുവാവായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. നരേശിൻ്റെ കണ്ണുകൾക്ക് ആ മൂർച്ചയുള്ള വാൾത്തലയുടെ ആ തിളക്കം കാണാൻ കഴിഞ്ഞില്ല. അയാൾ കൈകൾ കൊണ്ട് തൻ്റെ കണ്ണുകൾ മറച്ചു പിടിക്കുന്നു. ഇങ്ങനെ തൻ്റെ പരീക്ഷണ വേളകളിൽ കൂടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിനെ അവസാന ഘട്ടത്തിൽ നരേഷിന് ഉപേക്ഷിക്കേണ്ടി വരുന്നു. അതൊരു വസ്തുവാണെന്നും അതുപോലെ ഒന്ന് ഇനിയും സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നും നരേഷ് ചിന്തിക്കുന്നിടത്താണ് യുക്തി പ്രവർത്തിക്കുന്നത്. സഹജീവി സ്നേഹം, കരുതൽ എന്നിവ വളർത്തിയെടുക്കുന്നതിനോടൊപ്പം കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ യുക്തിഭദ്രമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും യുക്തിയിൽ അധിഷ്ഠിതമായ സാമാന്യബോധം നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിനും സഹായിക്കുന്ന ഒരു പാഠഭാഗമായി നമുക്ക് ഈ കഥയെ കാണാം. കഥ ഏവരും ആസ്വദിച്ച് കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.